ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ തന്നെ ഉണ്ട്, സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. ഒക്കെ വേണ്ടിയതും വേണ്ടാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും പറയണ പോലെ ആവശ്യമില്ലാത്തതും കീറിയൊക്കെ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ഓല കൊട്ട ഉണ്ടല്ലോ, നമ്മളൊരു 6 കൊട്ട വാങ്ങിച്ചിരുന്നല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിക്ക് ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഓരോരുത്തരത് ഓരോ കൊട്ടയിലാക്കിക്കാണ്ട് അങ്ങോട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കുറേ എടുത്തുകാണ്ട് ഞാൻ എടുത്തു ഒഴിവാക്കിയിട്ടോ. ആവശ്യമില്ലാത്തത് കുറേ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണതാണ് അത്ര സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ പാടവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമില്ല മാത്രം. ഇതിൻ്റെ ആ പഴയ മാക്സികളാട്ടോ, അത് പറ്റണം ഒഴിവാക്കണില്ല, കോട്ടൺ മാക്സികളാണ്. അപ്പം നമുക്ക് ഇനി അവിടെ തുടക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് വേറെ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ആ ഒഴിവാക്കണേക്ക് ഇട്ടിട്ടില്ല, അത് വേറെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടോ. അത് ഇനി ഒരു പഴയ പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചാക്കിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. റാക്കിൻ്റെ മുകളിൽ സൈഡിൽ എവിടെയെങ്കിലൊക്കെ വെക്കാം. നല്ല കോട്ടൺ തുണികളല്ലേ മാക്സി, നമ്മളെ ഷിബിൻ്റെ അവിടെയൊക്കെ നല്ലോണം കീറിയതും കുറേ കീറിയ മാക്സികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ തോന്നണില്ല കേട്ടോ എനിക്ക്. നമുക്ക് കൈക്കല കണ്ടുണ്ടാക്കാനും അതേപോലെ അവിടെയും ഇവിടെയും തുടക്കാനും ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനും വേണ്ടിക്കാണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടോ. മറ്റേ കുട്ടികളത് കുറേ കീറിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനവിടെ ഒഴിവാക്കി എടുത്ത് വെച്ചു. ഇതൊക്കെ നമ്മളെ ബേബിയാളതാട്ടോ, നമ്മളെ ബേബിയാൾ ചെറിയ കുട്ടികളായെന്നതില്ലാണ്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഞാൻ കേട്ടോ. എല്ലാം കഴുകിക്കാണ്ടാണ് ഓരോന്ന് അതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണത് കേട്ടോ ഞാൻ. അപ്പോൾ എന്താ ബേബിയാളതൊക്കെ ഞാൻ എന്താ കിട്ടി അതൊക്കെ എന്താണ് മടക്കി വൃത്തിയാക്കി കണ്ട് അങ്ങോട്ട് എടുത്തു വെച്ചു. എപ്പോഴേലൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ കേസിനും അതിനൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ഒഴിവാക്കിയിട്ടു അറിയാം. അപ്പോൾ മുത്തച്ചി കയറി വരാമെന്ന് പറഞ്ഞിരുന്നു താഴത്തെ മുത്തച്ചി കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ ആ പഴയ പാത്രങ്ങൾ ഒന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളു, നിങ്ങൾക്ക് അറിയണതല്ലേ, പഴയ പാത്രങ്ങളാണ്. അപ്പം പറ്റ നളുങ്ങിയതും അതുപോലെ കാത് പോയതൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, അതൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് നല്ല നല്ല പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ഉപയോഗിക്കണത് സാധാ ഉപയോഗിക്കണമില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കേകി ഉരച്ച് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മൂത്തച്ചി കയറി വരാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളാ തിരുമ്പലും ഓളെ തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി വരാമെന്ന് പറഞ്ഞുകാണ്ട്. ബാക്കിയുള്ളതൊക്കെ പുതിയതൊക്കെ പിന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ഒന്നും ഇങ്ങോട്ട് സാബു ഇട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ട് ചുഴറ്റി വെക്കാമെന്ന് കരുതികാണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കെന്നാ പഴയതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ ഉണക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇവിടുത്തെ കുറേ തിരുമ്പാനൊക്കെ ഉണ്ട്. തിരുമ്പി നമ്മളെ ആ കുഞ്ഞ് ബ്ലാങ്കറ്റുകളും നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചിരുന്ന പുതപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നിസ്കാര കുപ്പായം പായൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുപോകാനുള്ള പരിപാടിയിൽ നിൽക്കുക കേട്ടോ. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഇത് കണ്ടോ, ഇതിൻ്റെ കല്യാണത്തിൻ്റെ സാരിയാണ് കേട്ടോ. പുതുപ്പെണ്ണ് കയറി വന്നപ്പോൾ വല്ല സാരിയാണ്, ഇവിടുന്ന് വാങ്ങിച്ച സാരിയാണ് കേട്ടോ. ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല ഞാൻ. ഷെയ്മോക്ക് ഞാനതൊരു ചുരിദാറോ പട്ടുപാവാടൻ്റെ ആവശ്യം വന്നിരുന്നു സ്കൂൾക്ക് കേട്ടോ. അപ്പോൾ അത് അടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു, ഓല അത് അടിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി അടിച്ചണ്ട, അങ്ങോട്ട് തന്നെ കൊടുന്നളാറിന് കാണ്ടേ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഓർമ്മക്ക് എടുത്ത് വെച്ചേക്കാണ് ഞാൻ. കാക്കു എപ്പോഴും പറയും അതാണ് എടുത്ത് ഒഴിവാക്കി കൂടെ എനിക്ക് കയറി. അപ്പോൾ ബേബിയാളൊക്കെ കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓലൊക്കെ വേഗം കുപ്പായ ഇട്ട് കൊടുക്കല. മറ്റേത് ഇനി എഡിറ്റിങ്ങിനൊക്കെ കുറേ നേരമാവുമല്ലോ. നമ്മൾ റിതുവിനൊന്നും കിട്ടൂലേ, റിതുവൊക്കെ അപ്പുറത്ത് അവിടെ എന്തൊക്കെ ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയിടുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെ ആ പരിപാടിയാണ് കഴിഞ്ഞിട്ട് ബാക്കിയാണ് കൊണ്ടുപോയിടുക. അല്ലെങ്കിൽ ഇതൊക്കെ പാടവിടെ കൊണ്ടുപോയിട്ടാൽ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. കാക്കുവിൻ്റെ ഫാമിലിയിൽ നിന്ന് ആയാലും ഓലെ പെങ്ങന്മാരും ഓലൊക്കെ വരുന്നുണ്ട്. അതേപോലെ എൻ്റെ ഓലെ വലിയ പരിപാടിയില്ല, ചെറിയൊരു മട്ടത്തിൽ ലേസം ചോറൊക്കെ വെച്ച് കണ്ടുള്ള പരിപാടിയാക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോഴേ ഇതൊക്കെ പാടവിടെ കൊണ്ടുപോയിട്ടാൽ നിന്ന് തിരിയാൻ മനുഷ്യന് നേരം സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് 2 കട്ടിലും അതേപോലെ നമുക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സുകൾ, അത്യാവശ്യമുള്ള പാത്രങ്ങൾ അതൊക്കെ ഫസ്റ്റാണ് കൊണ്ടുപോയി വെക്കുക. ഇന്നിപ്പോൾ വണ്ടി വരും പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തിൻ്റെ മോനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ പാടെ കൂടിക്കാണ്ട് കുറച്ച് സാധനം അവിടെ കൊണ്ടുപോയി വെക്കും. ബാക്കിയുള്ളത് നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ രാത്രിയാണ് കൊണ്ടുപോയി വെക്കാമെന്ന് കരുതുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ പാടേ പിന്നെ ഇതാക്കണം. കുറേ ഒഴിവാക്കിയിട്ടോ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ. പിന്നെ ഏത് എടുത്ത് എന്താ ചോദിച്ചാലും ഓൽക്കൊക്കെ ആവശ്യം ഉണ്ടാകും. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. അത് എന്നാലും കീറിയതാണെങ്കിലും ഓൽക്കതൊരു അതിർപ്പാരം, അത് മതി, അത് വേണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറേ ഓലോട് ചോദിച്ചു, കുറേ ഓലോട് ചോദിച്ചാൽ ആദ്യമൊക്കെ കണ്ടോ ഇച്ചൊക്കെ കാട്ടണുണ്ടോ, അത് ആ അലാസ്റ്റിക്കൊക്കെ നല്ലോണം പോയിക്കണം അതിൻ്റെ കേട്ടോ, പറ്റ പോയിട്ടുണ്ട് അതിൻ്റെ അലാസ്റ്റിക്. എന്നാലും അതൊക്കെ എടുത്തുകാണ്ടേ ഓള് കൊട്ടിക്ക് ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഇനി ദീക്ക് എടുത്തിടല്ലോ വെച്ചോ, നമുക്ക് വേണമെങ്കിൽ 2 കൂട്ടം എടുക്കാം
ഉൾസൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ 2-3 നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യമല്ലേ കൊണ്ടുപോകാം നമുക്ക്. കൊട്ട ഏറെ നിറഞ്ഞ് തുളുമ്പി കഴിഞ്ഞാൽ പിന്നെന്താ ഇനി കുറച്ച് ചട്ടിയും കുടുക്കിയൊക്കെ ഉണ്ട്, അതൊക്കെ ആണ് മൂറി വെക്കട്ടെ. പിന്നെ നിസ്കാരക്കുപ്പായ അങ്ങനത്തെ ഒക്കെ ഒന്ന് തിരുമ്പി വൃത്തിയാക്കി കണ്ട് വെക്കും ചെയ്യട്ടെ കേട്ടോ. പിന്നെ മുസായിഫൊക്കെ ഞാൻ നിങ്ങൾ വാട്സപ്പിലും അതേപോലെ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ മുസായിഫും അതേപോലെ അരിയും പിന്നെ ഉപ്പൊക്കെ ആദ്യം കയറ്റണം പാത്തു, അതൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുപോയി വെച്ചിരുന്നു കേട്ടോ. കാരണം ഒരു താത്താൻ്റെ വക നമുക്ക് ടേബിളും അതുപോലെ ചെറിയൊരു സോഫ സെറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറ്റണീൻ്റെ മുന്നേ തന്നെ അത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താട്ടിയിരുന്നു, ആ മുസായിഫൊക്കെ ആദ്യമേ അവിടെ കൊണ്ടുപോയി ചുമ്മ പറഞ്ഞു മുസായിഫ് കൊണ്ടേക്ക് ആദ്യം പറഞ്ഞപ്പോൾ അതവിടെ കൊണ്ടേക്ക് ആ ബോർഡുമ്മ വെച്ചു കേട്ടോ. ഞാൻ ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നീട് അങ്ങനെ ലേസിച്ച. ഒന്നാമത് ഇതിങ്ങനെ കൊണ്ടേയിടാനും ഇതിനൊന്നും ഒരുപാട് ആളുകളൊന്നും ഇല്ലല്ലോ, ഞാനും കാക്കും പിന്നെ ഇപ്പോൾ 2-3 ആളുകളും ഒക്കെ പാടെ കൂടിയിട്ടല്ലേ ഈ കാട്ടണത്. അപ്പോൾ ഇത് കൊണ്ടേയിട്ടാലും തീരൂല, ലേസിച്ചേ കൊണ്ടേയിടൽ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കാട്ടി വെച്ചാൽ മുസായിഫൊക്കെ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ ഞാൻ. ബാക്കി പിന്നെ ഓല ആ ടേബിളും ഒരു ചെറിയ ചില്ലിട്ട ടേബിളും അതേപോലെ ഒരു ചെറിയ സോഫ സെറ്റും നമ്മൾ ആ ഡൈനിങ് ഹാൾക്ക് പാകത്ത് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടുതരാം കേട്ടോ. അത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് ആ സാധനം, എനിക്ക് വീഡിയോ നേർക്ക് എടുക്കാനൊന്നും കൂടിയില്ല കേട്ടോ. പിന്നെ ഓരോ വീഡിയോയിൽ വല്ലാതെ നമ്മൾ പകർത്തിയിട്ടുമില്ല, ആ ഇത്താത്താൻ്റെ വകയാണ് കേട്ടോ പിന്നെ ആ സാധനം. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ അടുത്തത് ചെമ്പും ചരക്കൊക്കെ മോറാൻ താഴത്തെ മുത്തച്ചി എവിടെ ആരും ഇല്ലേ പോത്തോ തേച്ച് മോറാനും നോക്കാനൊന്നും ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും വരും, ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടായിട്ടാണ്. എൻ്റെ എത്താത്താനോട് പിന്നെ ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് വയ്യാത്തതല്ലേ, ഈ പൊടി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഇൻഫെക്ഷനും പിന്നെ അവൾക്ക് ആ കൈ പൊന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വരൻ്റെ അടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ തലേന്നൊക്കെ വന്നാൽ മതി, മറ്റേ ഇതൊക്കെ സാധനം പാക്ക് ചെയ്യാനൊന്നും ഈ വരണ്ട ഞങ്ങൾ ചെയ്തോളായിരുന്നു. പിന്നെ കാക്കുവിൻ്റെ വലിയ എത്താത്ത വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്താത്താക്കും വയ്യ, എന്നാലും ഇത്താത്ത കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴത്തെ മുത്തച്ചിയാണ് കയറി നിൽക്കുന്നത് കേട്ടോ. ഓള് കുറേ ആ പാത്രങ്ങളൊക്കെ മോറി എല്ലാം നമ്മളെ ഉപയോഗിച്ചിരുന്ന പാത്രവും അതേപോലെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മോറി ഓളൊക്കെ വൃത്തിയാക്കി തന്നു കേട്ടോ. ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടാണ് ഓള് പോയത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്ക് കുറേ ഒരു സമാധാനം. മറ്റേ എന്താണെന്നോ രാത്രി ആയാൽ പിന്നെ എനിക്ക് വയ്യാതാവും, നിങ്ങൾക്ക് അറിയില്ല, ഷുഗറും പ്രഷറൊക്കെ കുറഞ്ഞ് ഇതൊക്കെ പാടങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതാക്കണ എല്ലാം റെഡിയാക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ ആ നോൽമ്പിനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. എന്നാലും ആ പൊടിയിട്ട പാത്രമൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കട്ടെ. ഞാൻ ചാക്ക് ഒഴിച്ചാനും വേണ്ടിക്കാണ്ട്, ചാക്കുകളൊക്കെ ആവശ്യമുണ്ടല്ലോ നമ്മളെ സാധനങ്ങളൊക്കെ ഇടാനും വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജൊക്കെ നമ്മളെ ഷെയ്മോളൊക്കെ വൃത്തിയാക്കി തുടച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിന് എന്തോ ഒരു തണുപ്പാവണില്ല. അപ്പോൾ വെള്ളത്തിനും വേണ്ടിക്കാണ്ട് ഞാൻ താഴത്ത് മുത്തച്ഛൻ്റെ അടുത്തും പിന്നെ നമ്മൾ അയൽവക്കത്തൊക്കെ ഐസും കട്ട കീസിലാക്കി വെക്കാൻ പറഞ്ഞിരുന്നു, വരുന്നവർക്ക് ലേശം വെള്ളമൊക്കെ കലക്കി കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇന്നലെ ഞാനും കാക്കും പോയിക്കാണ്ട് ലേസം പഞ്ചസാരയും ചെറിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ടാങ്ക് പൊടി, അതൊക്കെ ലേസം വാങ്ങിയിട്ടോ. വരുന്നവർക്ക് ഇത്തിരി വെള്ളം കലക്കി കൊടുക്കുക. പിന്നെ ചോറ് എന്തായാലും 11 മണിയാകുമ്പോഴത്തേന് എത്തിച്ചാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയാൽ വലിയ ഇത്താത്ത പറഞ്ഞു, കാക്കുവിൻ്റെ വലിയ പെങ്ങൾ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാം എല്ലാവരും കൂടി. പിന്നെ എൻ്റെ കഥ ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായൽ ഈ കുട്ടികളെ നിലയും വിളിയും. അപ്പോൾ അത് ഉണ്ടാക്കൽ ആയി കിട്ടൂല, ആ നേരത്തിനാവൂല. അപ്പോൾ 10-11 മണിയാകുമ്പോഴത്തേനും മൂലയൊരു വരലും ദുആ ചെയ്യലും പിന്നെ അപ്പം തന്നെ ഭക്ഷണം വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. മറ്റ് അപ്പോൾ ഒരു അപ്പവും കാര്യങ്ങളും പിന്നെ നമ്മളൊരു ചോറും ഒക്കെ പാടെ ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിന് ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ആ ചോറ് എത്തിച്ചാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെ ക്ഷണിക്കണം കേട്ടോ. ഇനി ക്ഷണിച്ചില്ലേ പത്തുവോ ചോദിച്ചാണ്ട, എല്ലാവരും ഇല്ല പോലെയൊക്കെ കഴിയണോലൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നോളി, എല്ലാവരും ക്ഷണിച്ചിരിക്കണ്. അപ്പോൾ ഇതാക്കണ് ചെമ്പ് ചരക്ക് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 2-3 ഒരു കുടുക്കുണ്ട്, പിന്നെ ഒരു വലിയ ചെമ്പുണ്ട്. അതൊക്കെ ആ മേലെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒക്കെ ഇങ്ങടെ കുറച്ച് മാറാലും പൊടിയൊക്കെ പിടിച്ച് കാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി നോൽമ്പിന് കഴുകി വൃത്തിയാക്കി വെച്ചാണ്, എന്നാലും അത് ഉപയോഗിക്കായിട്ട് 2 മാസം പൊടിയൊക്കെ പിടിച്ച് കാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കണ്ടില്ല, ഒക്കെ മൂറിയൊക്കെ ഓൾ തന്നെ എല്ലാം ബൗസാക്കി തന്നു കേട്ടോ. കുറച്ചൊക്കെ ഓളൊക്കെ എടുത്ത് തന്നോണ്ടേ ഒരു സമാധാനം. കുറച്ചൊന്നുമല്ല കേട്ടോ, അടുക്കളയിലെ കംപ്ലീറ്റ് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് കണ്ട ഓള് പോയത്. അപ്പം തന്നെ എനിക്കൊരു സമാധാനം കേട്ടോ. മറ്റേതിങ്ങനെ ചേമോൾ എടുത്താലും ആവൂല, റിതുവിനെ വിളിച്ചാൽ കിട്ടൂല, ഓനും തന്നെ അവിടെ ചെറിയ പണികളൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി വരും. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ കയറ്റിക്കാണ്ടൊക്കെ കൊണ്ടുവരണം. കുപ്പികളൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ചിലതൊക്കെ ഓള് കഴുകി, അങ്ങനെ അങ്ങോട്ട് കഴുകി നല്ലോണം മുറുക്കി മൂടിക്കാണ്ട് കഴുകി. മറ്റൊക്കെ ഇനി ഓരോ പാത്രത്തേക്ക് എടുത്ത് അതൊക്കെ ഉണക്കി. എനിക്കും ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല. പിന്നെ ഓളിപ്പം ഇന്നലെ വന്നത്, അപ്പോൾ അതിനും ഒരു ഒഴിവ് കിട്ടൂല. അപ്പോൾ ഒക്കെ അങ്ങനെ കാട്ടിക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മളെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടിട്ടോ. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് അത് തന്നെയാണ് അത്യാവശ്യം കേട്ടോ, ലൈക്ക് ചെയ്യേണ്ടി. പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ എണ്ണ ബണ്ണ് ആ ഓർഡറുകൾ ചിലപ്പോൾ ഇനി തിങ്കളാഴ്ച കഴിഞ്ഞിട്ടേ സാധനങ്ങളൊക്കെ വരുള്ളൂ കേട്ടോ. ഒന്നാമത് നിങ്ങൾക്ക് അറിയണതാണ് ഇതിൻ്റെ പരക്കം പാച്ചിലാണ്. അപ്പം ഇനി അഡ്രസ്സ് ചെയ്താലൊരു ഒഴിവും കൂടി കിട്ടലില്ല. എണ്ണ ഇവിടെ ഉണ്ടാക്കി വെച്ചൊക്കെ കുപ്പിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടിട്ടില്ല കേട്ടോ, ഒക്കെ വിടും. ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ. അപ്പോൾ ഇതാക്കണ് നിലമൊക്കെ നോക്കിക്കാണ്ട് അന്തം വിടണ്ട, അതൊക്കെ വൃത്തികേടായി കിടക്കുക. ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചോരിക്കാണ്ട് വൃത്തിയാക്കാം കേട്ടോ. അത് കണ്ടോ, കുടുക്കകളൊക്കെ ഓള് മൂറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ അരിൻ്റെ പാത്രങ്ങളും അതേപോലെ പൊടിൻ്റെ പാത്രങ്ങളും അതൊക്കെ തുടച്ചൊക്കെ അരിയും പൊടിയൊക്കെ ഓരോ പാത്രത്തിക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റോർ റൂം വൃത്തിയാക്കാണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജും തന്നെ തുടച്ച് കുറച്ചൊക്കെ ഷെയ്മോള് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലെ യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓള് പുറത്തേക്ക് എടുത്തിട്ടിക്കണം. ഇനി അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. ഒന്ന് ഉച്ചയോട് കൂടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിടും കേട്ടോ. ബാക്കി നാളെ ആയിരിക്കും കൊണ്ടുപോയിടുക പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. ഇനി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.